കൂറുമാറി പേര് മാറി നടക്കും പുൽച്ചാടി. ആരാണ് അവൻ? മറ്റാരുമല്ല, ബിഗ് ബോസ് ഫാൻസ് കൊണ്ട് ഇലക്ഷൻ ജയിക്കുമെന്നും പറഞ്ഞ് മറ്റുള്ള സ്ഥാനാർത്ഥികളെ കളിയാക്കി ലാസ്റ്റ് അടപടലും മൂഞ്ചിയ നമ്മുടെ സ്വന്തം അല്ലെ രാജലക്ഷ്മിയുടെ സ്വന്തം നമ്മുടെ അഖിലണ്ണൻ അഥവാ അഖിൽ കോട്ടാത്തല. അതെ, അഖിൽ മാരാർ തന്നെ. നിലപാടില്ല, വെളിപാടില്ല, എന്നാലോ താൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഭാവത്തിനൊരു മാറ്റവും ഇല്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 2020 എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ ഭാവിയും വളർച്ചയും മുന്നിൽ കണ്ട് ഞാൻ ആ പാർട്ടിയിൽ ചേരുകയാണെന്നും പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ അഖിൽ മാരാർ. എന്നാൽ അഖിലേട്ടൻ ഇന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഞാൻ കണ്ട് 2020 ഇങ്ങനെയല്ല, ഇത് എന്റെ 2020 അല്ല എന്നൊക്കെ. പണ്ട് പിഷാരടി പറഞ്ഞത് എത്ര സത്യമാണ്. അഖിൽ ഇന്ന് പറഞ്ഞ കാര്യം 3-4 മാസം കഴിഞ്ഞാണെങ്കിൽ മാറ്റി പറയുമെന്ന് ഇലക്ഷന്റെ സമയത്ത് പിഷാരടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് 6 മാസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും അഖിലേട്ടന്റെ രാജിവെക്കലും കഴിഞ്ഞു. അഖിൽമാരാരുടെ ഈ സംഭവം കാരണം ഓന്തുവരെ ആത്മഹത്യ ചെയ്തു എന്നാണ് കേട്ടത്. എന്റെ അഭിപ്രായത്തിൽ ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അഖിൽമാരാർക്ക് ഓൾ പാർട്ടി പെർമിറ്റ് കൊടുക്കണം. കൊതി തീരോടും പാർട്ടി മാറി മാറി കളിച്ചോട്ടെന്നേ. എന്തായാലും 2020 നിന്നും രാജിവെക്കാനുണ്ടായ കാരണങ്ങൾ അഖിൽമാരാർ തന്നെ ജനങ്ങളോട് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഇപ്പൊ 2020 ഞാൻ വരാനുണ്ടായ സാഹചര്യം ആദ്യം ഞാൻ പറയാം. കൊട്ടാരക്കരയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന പല മാധ്യമങ്ങളും UDF സ്ഥാനാർത്ഥിയായി ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വിട്ടിട്ടുണ്ട്. അപ്പം കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ളതല്ല. എൻ്റെ നാട്ടിൽ ഇന്നലകളിൽ എൻ്റെ മുന്നിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒന്നുകിൽ സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുക. അപ്പോൾ എന്നെ കണക്കൊരാൾ മുൻപും തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന സമയത്ത് ആ അവസരം നിഷേധിച്ച അന്നത്തെ രാഷ്ട്രീയ നേതാവ് കൊടിക്കുന്നിൽ സുരേഷായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എനിക്ക് പകരം മറ്റൊരാളെ കോട്ടാത്തല ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിപ്പിക്കുകയും ഞാൻ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ചെയ്തു. അന്ന് 1700ഓളം വോട്ട് ഒരു CPM കോട്ടാത്തല എനിക്ക് ലഭിച്ചതുമാണ് ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത്. സമാനമായ ഒരു സാഹചര്യമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങി വരുന്നതെന്ന് എനിക്ക് തോന്നി. സ്വതന്ത്രനായിട്ട് കൊട്ടാരക്കര മത്സരിക്കണം. ഐഷ പോറ്റി 4 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന് ഐഷ പോറ്റിയെ കൊണ്ടുവന്നത് കോൺഗ്രസിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ബാലഗോപാലിൽ നിന്ന് ഈ സീറ്റ് തിരിച്ചു പിടിക്കാനോ ഒന്നും ആയിരുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം. ഞാൻ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന് തോന്നിയ ചില ആൾക്കാർ അവിടെ നിന്ന് എന്നെ ഒഴിവാക്കാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ പ്രവേശനം. അതിനുവേണ്ടി അവർ ഐഷ പോറ്റിയുമായി നടത്തിയ ചർച്ചകൾ പലതും എനിക്കറിയാം. അപ്പോൾ രണ്ടായാലും അത് അങ്ങനെ സംഭവിച്ചു. ഐഷ പോറ്റി കൊട്ടാരക്കര വന്നു. ഇത്രയും വലിയ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചിട്ടും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി പരാജയപ്പെട്ടത് അവിടുത്തെ കോൺഗ്രസ് അത്രയും ദുർബലമായതുകൊണ്ടാണ്. ഈ കോൺഗ്രസിൻ്റെ ദുർബലത, കോൺഗ്രസിനുള്ളിലുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ മുതലാക്കിക്കൊണ്ടും ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ മാന്യമായ ഒരു വോട്ട് അവിടെ പിടിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ ചിന്ത ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് NDAയുടെ പല ഏജൻസികളും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയ സാമ്പത്തിക ഓഫറുകൾ നൽകി ബന്ധപ്പെട്ട ഏജൻസികളുണ്ട്. 2020 ഭാഗമായിട്ട് തന്നെ ആദ്യം ബന്ധപ്പെടുന്നത് NDAയുടെ റാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു നാഷണൽ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഏതൊരു ടീമിനെ ഏൽപ്പിച്ചതാണ്. പല പ്രാവശ്യം എന്നെയും മാനേജറെയും ഒക്കെ ബന്ധപ്പെട്ടപ്പോഴും ഞാൻ ഇയാളെ കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. ഫെബ്രുവരി 5-ാം തീയതി ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് ഏത് മണ്ഡലം അഖിലിന് നോക്കണം, അതായത് കൊട്ടാരക്കര ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് മണ്ഡലം നോക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം പറയുന്നത് നിയമം നോക്കിക്കോളൂ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ തലശ്ശേരി ധർമ്മടം നോക്കിക്കോളൂ എന്നാണ്. കാരണം അവിടെ എനിക്ക് പൊളിറ്റിക്സ് സംസാരിക്കാനുള്ള ഒരു സ്പേസ് സൃഷ്ടിക്കപ്പെടും എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, സംഘടനാപരമായി ദൗർബലമുള്ള പ്രദേശത്തൊന്നും പോയി ചുമ്മാതെ ഭാവി കളയരുത്, കാര്യം നിങ്ങൾക്കൊക്കെ മറ്റ് മേഖലയിൽ നിന്ന് വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞതിന് ശേഷം സാബു ജേക്കബ് എന്നെ ബന്ധപ്പെടുന്ന സമയത്ത് അപ്പോൾ ഇതിന് ശേഷം ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഞാൻ പല പ്രാവശ്യം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ആശയമായി ചേർന്ന് പോകുന്നതല്ല. ഞാനത് വ്യക്തിപരമായിട്ട് ശ്രീ VD സതീശന് ഞാൻ മെസ്സേജ് അയച്ചതാണ്. രാഷ്ട്രീയമായിട്ട്, അതായത് നമ്മൾ വർഗീയതയ്ക്കെതിരെ പറയുമ്പോൾ കേവലം ഒരു NSS, SNDP, RSS മാത്രമാക്കി ചുരുക്കാതെ അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ രാഷ്ട്രീയം കൂടെ നിങ്ങൾ തുറന്ന് കാണിക്കൂ എന്ന് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചാണ്. അതിനുശേഷം എനിക്ക് അദ്ദേഹം മെസ്സേജ് ഒന്നും അയച്ചില്ല. പക്ഷേ ഞാനിത് പിന്നെ VD സതീശൻ ഇപ്പൊ നിങ്ങൾ അയച്ച മെസ്സേജ് നോക്കാൻ നിൽക്കുകയാണ്. നല്ല അഹങ്കാരത്തിൽ ഞാൻ ബിഗ് ബോസ് വിന്നർ ആണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു കാണും. ഇൻട്രോ കേട്ടപ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി കരുതി കാണും ഏതാണ് ഈ വേട്ടവളിയിലെന്ന്. അതുകൊണ്ട് മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും ജമാഅത്ത് ഇസ്ലാമിന് കുറ്റം പറയാൻ നല്ല സ്ഥലത്താണ് അഖിലേട്ടൻ എത്തിയത്. 2020 എത്തിയ പിന്നെ അവരെ പാർട്ടിയല്ലാതെ വേറെ ഏതൊരു പാർട്ടി കുറ്റം പറഞ്ഞാലും അവർ നല്ലോണം പ്രോത്സാഹിപ്പിച്ച് വിട്ടോളും. പക്ഷെ മറ്റുള്ള പാർട്ടികളുടെ ഇതൊന്നും നല്ല ദിവന്മാരെ അംഗീകരിക്കാനും പോണില്ല. നല്ലത് പറഞ്ഞ് തിരുത്താൻ നോക്കിയാലോ അവർക്ക് അത് മനസ്സിലാകത്തുമില്ല. കാരണം അവർ ചാണകം യൂണിവേഴ്സിറ്റി ആണല്ലോ, അത്ര പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നില്ല നമ്മുടെ അഖിലേട്ടന്. കോൺഗ്രസിൽ നിൽക്കണം, ധർമ്മടം മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണം പോലും. ചെന്നിത്തല പറയാതെ പറഞ്ഞത് ഒന്ന് അടങ്ങ് മോനെ, ഒന്ന് താഴേക്ക് ഇറങ്ങി വന്നാണ്. അല്ലാതെ നീ പറഞ്ഞ പാട് നിന്നെ ധർമ്മടം മണ്ഡലത്തിലേക്ക് ചേർത്താൻ. നിന്റെ അമ്മയുടെ വീടൊന്നുമല്ലല്ലോ പാർട്ടി ഓഫീസ്. കാര്യം പറഞ്ഞാൽ അഖില് മൂഞ്ചി, നല്ലോണം മൂഞ്ചി. കോൺഗ്രസ്സുകാർ അഖിൽ മാരാർ അടുപ്പിച്ചില്ല. ഇനിയിപ്പോ ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നല്ല മതിയാവും, കാരണം നാടിനെ രക്ഷിക്കേണ്ടതല്ലേ. അങ്ങനെ ചുറ്റി വളഞ്ഞു വന്നപ്പോഴാണ് 2020 ചേരാൻ തീരുമാനിക്കുന്നത്. പിന്നെ നടന്നത് ചരിത്രമാണല്ലോ. ഇലക്ഷൻ ഒരു ഉത്സവമായിരുന്നു. ആടിപ്പാടി തോറ്റും കൊണ്ട് വന്നു. എന്തായാലും ബാക്കി കാര്യങ്ങൾ കൂടി അഖിൽ മാരാർ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടോക്കാം. വന്നതിന് ശേഷം ഞാൻ പറയുന്നു, ഐ സ്റ്റാർട്ടഡ് മൈ ക്യാമ്പയിൻ എന്ന് ഞാൻ പറയുന്നു. അതിനുശേഷം രശ്മി BJPയിലേക്ക് വരാൻ പോകുന്നു എന്നൊരു തീരുമാനം ഞാൻ അറിയുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു, രശ്മി ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, എനിക്ക് പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഞാൻ രാഷ്ട്രീയക്കാരെ കണക്ക് 10 അഭിപ്രായം പറയുന്ന ഒരാളല്ല. അഖിൽ അങ്ങനെ കൂടെ എന്നെ വിളിച്ചിട്ട് കൊട്ടാരക്കര സീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ സംസാരിച്ച് മനസ്സിലായി.
ഞാൻ പിന്നീട് ഫെബ്രുവരി 19 മറ്റോ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്നു. നേരിട്ട് കണ്ട സമയത്ത് ഓഫീസിൽ നിന്ന് ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പം കാരണം പുള്ളിക്ക് അടിസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ഞാൻ പറയുന്നു ഒരാൾ നിയമസഭയിൽ കോൺഗ്രസ് വിട്ട് നിയമസഭയിൽ മത്സരിച്ച ഒരാൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നാൽ സ്വാഭാവികമായി BJPക്ക് അവർക്ക് സീറ്റ് കൊടുക്കണം. അപ്പോൾ സാറി പറയുന്ന ഉറപ്പാണോ? കൊട്ടാരക്കരയിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി എന്നോളാം, പ്രശ്നമില്ല. വെറുതെ എനിക്ക് എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാനെടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020ലേക്ക് പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ഇപ്പം BJPയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ BJPയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല, അതിനെ ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എൻ്റെ തീരുമാനം വരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് എനിക്ക് അതെ, മതേതരമുള്ളതുകൊണ്ട് ചേരാൻ പറ്റിയ പാർട്ടിയാണ് 2020. കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ വന്ന് പെട്ടത്. ഇനിയിപ്പോ അഖിലിന്റെ മതേതരത്തിന്റെ അർത്ഥം വല്ലതും മറന്നുപോയോ? അല്ലെ 2020 തന്നെ ചേർന്നുകൊണ്ട് ചോദിച്ചതാണ്. എന്നാൽ അഖിലിന്റെ ഒരു ഗതിയെ നാട് നന്നാക്കാൻ പോയിട്ട് സ്വയം അങ്ങോട്ട് ഇല്ലാണ്ടായി. ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകാമെന്ന് കരുതിയപ്പോൾ കോൺഗ്രസ്സുകാർ അങ്ങോട്ട് ആട്ടി വിട്ടു. അങ്ങനെ അതിലെന്താക്കി തീരുമാനം മാറ്റി 2020 കയറി പറ്റി കൊട്ടാരക്കരയിൽ മത്സരിക്കാമെന്ന് വെച്ചു. ലാസ്റ്റ് അതും മൂഞ്ചി. 2020 കയറി നോക്കുമ്പോൾ അഖിൽ മാരാർക്ക് കൊട്ടാരക്കരയിലല്ല സീറ്റ് കൊടുത്തത്, മറിച്ച് എവിടെയാണ്? അങ്ങ് തൃക്കാക്കരയിൽ. എന്നാൽ പിന്നെ തൃക്കാക്കരയെങ്കിൽ തൃക്കാക്കരാന്ന് വെച്ചാൽ അവിടെ നിന്നു. ലാസ്റ്റ് അവിടെ നിന്ന് പോയോ 8 നില പൊട്ടി മൂഞ്ചുകയും ചെയ്തു. മാറാനുള്ള ഒരു ഗതി ശത്രുക്കൾക്ക് പോലും വരുത്തല്ലേ. ഇനി ഇതെല്ലാം കഴിഞ്ഞൊന്ന് വിഷമം മാറാൻ വേണ്ടി വീട്ടിൽ പോവാന്ന് കരുതിപ്പോയോ അച്ഛനും മിണ്ടാണ്ടായി. അച്ഛനും തെറ്റി, ഫ്രണ്ട്സും മിണ്ടാതായി. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥ. പക്ഷെ എന്നിട്ടും അഖിൽ മാരാർ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല കേട്ടോ. അഖിൽ മാരാർ നേരെ 2020യുടെ ചെയർമാനായിട്ടുള്ള സാബു ചേട്ടനൊരു മെസ്സേജ് അയച്ചു. എന്നെ 2020യുടെ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ആക്കണമെന്നും പറഞ്ഞുകൊണ്ട്. സാബു ചേട്ടനാണെങ്കിൽ ആകെ ഇളിഞ്ഞു നിൽക്കാണ്. തൃക്കാക്കരനെ പറയിപ്പിച്ചതും പോലെ ഇനി ആളെ കൊല്ലം ജില്ലേന്റെ പ്രസിഡന്റും കൂടി ആക്കണം പോലും. സാബു ചേട്ടൻ തിരിച്ചൊരു മറുപടിയും കൊടുത്തില്ല. അവൻ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് മൂഞ്ചിന്ന് കണ്ടതോടെയാണ് അഖിൽ മാരാർ നൈസായിട്ട് കളം മാറ്റി ചവിട്ടാൻ തീരുമാനിച്ചത്. എന്തായാലും അഖിൽ ചേട്ടന് പറയാലോ, ബാക്കിയുടെ കേട്ടോക്കാം. ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിച്ച ആളാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. സിനിമാ മേഖലയിൽ നിന്നും മറ്റു ഇതര മേഖലയിൽ നിന്നും കിട്ടുന്ന വരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് പരിപൂർണമായും ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കഴിഞ്ഞ 2.5 മാസക്കാലമായിട്ടും ഒരു മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല, ഫോണിന് റിപ്ലൈ തന്നിട്ടില്ല. 2020യുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനം വല്ലതും ആണോ? അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവൂ? അത് കൊല്ലം ജില്ല പോലെ സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? പോയി സംഘടനയെ വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ അത് സാധിച്ചു തരാത്തത് കൊണ്ടും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ 2.5 മാസമായിട്ട് 2020യുടെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണം? ഇപ്പം കഴിഞ്ഞ 2.5 മാസമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നല്ലോ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ അടുത്ത സമയത്താണ് ഡൽഹി സമരം ഉൾപ്പെടെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, സാബു ജേക്കബിന്റെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് 2020യുടെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്തിയോ? ഇല്ല. രാഷ്ട്രീയം താല്പര്യമില്ല. തീർച്ചയായിട്ടും സാബുവിന് കാശടിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് 2020 മാറിയോ? അല്ല, അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പം ഒരാൾ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കാശടിക്കണോ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതൊക്കെ പുള്ളിയുടെ മാത്രം താല്പര്യമാണ്. പുള്ളി അതൊക്കെ ചെയ്തോട്ടെ. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു വിഷയമുള്ള കാര്യമല്ല. അല്ല, എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഞാൻ വന്നതിന് ശേഷം കുറേ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത, നിലവിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം അവിടെ നാണം കിട്ടും. കാര്യം പലരും പറഞ്ഞു അഖിലൊക്കെ 2020 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി കൊള്ളാം, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകുന്നു. പിന്നീട് ആ സമയത്ത് വന്ന ചില കാൻഡിഡേറ്റ് പട്ടിക നിങ്ങൾ കേട്ട് കാണും. വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവർ, കേരളത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്തവർ, ഒരു എവിടെ ആയിക്കോട്ടെ, കേന്ദ്രത്തിനെതിരെ ആയിക്കോട്ടെ, സംസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ് ആക്കി. അപ്പോൾ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല, എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് മത്സരിപ്പിച്ച് BJPയിൽ നിന്ന് ഫണ്ട് വാങ്ങുക, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ചോദിക്കുക. എന്തായാലും മിനിറ്റിൽ രാഷ്ട്രീയം മാറ്റി പറയുന്നത് നിന്നേക്കാളും നല്ലത് രാഷ്ട്രീയം അറിയാത്തവർ തന്നെയാണ്. അതിനിടയിൽ കൂടെ അഖില് മറ്റുള്ളവരെ താഴ്ത്തി ടോപ്പാവാൻ നോക്കാൻ. നീയും കണക്കന്നെ, അലറൽ വീരൻ റോബിനും കണക്കന്നെ. പിന്നെ തോറ്റമ്മനെ കുറിച്ച് പറയണ്ടല്ലോ, ഇലക്ഷൻ അന്ന് കണ്ടതാ, ഇപ്പൊ എവിടെയാണാവോ എന്തോ, ഇനി സിനിമയിൽ നിന്ന് പുറത്താക്കിയാവോ. അല്ല അഖില, ഇതൊക്കെ പറയുമ്പോൾ നിനക്കെന്ത് രാഷ്ട്രീയ ബോധമാണുള്ളത്? കോൺഗ്രസിലുള്ളവരെ കുറ്റം പറഞ്ഞ് 2020 കയറിയിട്ട് 2020 കുറ്റം പറഞ്ഞ് നടക്കുന്നതാണോ നിന്റെ ഈ രാഷ്ട്രീയ ബോധം? പണ്ട് സാബു ചേട്ടൻ മഹാനായിരുന്നു. ഇപ്പൊ എന്തേ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ആക്കാതിരുന്നപ്പോ സാബു ചേട്ടൻ ചെറ്റയായി, മോശപ്പെട്ടവനായി. അല്ലേ അഖിലേട്ട? വല്ലാത്തൊരു ജീവിതം തന്നെ അഖില നിന്റേത്. സംഭവം ഇങ്ങനെ നല്ലോണം ചെക്കിൽ തടയുന്ന വിചാരിച്ചിട്ടാണ് പാർട്ടിയിൽ ചേർന്നത്. പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പാർട്ടി ചേർന്നത്. പക്ഷെ വിചാരിച്ച പൈസ കിട്ടിയില്ലെന്ന് മാത്രമല്ല, 2020 ചേർന്നതോടെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ അഖിലിനെ കുറയാൻ തുടങ്ങി. അതും പോരാഞ്ഞിട്ട് അഖില് വിചാരിച്ച പോലെ അഖിലിനെ കൊല്ലം പ്രസിഡന്റ് ആക്കുന്നുമില്ല. അങ്ങനെ നിങ്ങളോട് പറയാനാണെങ്കിൽ ഉള്ള വരുമാനം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയായി. അന്നേരം അഖിൽമാരാർ ചിന്തിച്ച് ഇപ്പൊ സ്കൂട്ടാവുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ മൂപ്പര് കാലം അറിയുന്നതാണ്. എന്തായാലും ഇതിനെ കുറിച്ച് അഖിൽമാരാർ പറയുന്നത് നമുക്കൊന്ന് കേട്ടോ. കേരളത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. തൃക്കാക്കര മണ്ഡലത്തിൽ എത്ര ചെലവഴിച്ചെന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അഞ്ജലി എൻ്റെ പൊന്നി ചേട്ടാ, നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്,
അപ്പം ഞാൻ പറഞ്ഞു അഞ്ജലി ആരെങ്കിലും വിളിച്ചോ? അഞ്ജലി ആരും വിളിച്ചില്ല. ഇലക്ഷൻ സമയം 24-25 ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസം മാത്രമാണ് 2020 ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്ന്. അവിടെയും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടുള്ള എന്നെപ്പോലെ ഒരാൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും പുള്ളി ഇതാണ് ചെയ്തു തരുന്നത്. പുള്ളി ഈ 2020 മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ചേട്ടൻ ആയി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയും നാളായിട്ട് ഈ പുള്ളിയെ വിളിച്ചിട്ടില്ല, ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല. കാര്യം ഈ പുള്ളി മനുഷ്യൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഫുൾ ടൈം ഒരാൾ കൂടെ നടന്നിട്ട് പോലും ബിസിനസ് ഉള്ള ആളാണ്, അത് കളഞ്ഞിട്ട് നടന്നതാണ്. അയാളുടെ അടുത്തൊരു നന്ദി പറഞ്ഞിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് 40 കോടി രൂപയോളം BJP യിൽ നിന്ന് ലഭിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളുടെ തലയിലേക്ക് ഇത് കൊണ്ടുവച്ച് നിങ്ങൾ ദയവ് ചെയ്ത് കെട്ടരുത്, നിങ്ങൾ ആരും ദയവ് ചെയ്തത് പറയരുത്. നിങ്ങളിൽ പലരും ഇലക്ഷന് ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുത്തത്. എൻ്റെ പൊന്ന്, എൻ്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചിലവ് കുറയും. കാര്യം എൻ്റെ അച്ഛന് ക്യാൻസറാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നില്ലല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4000-5000 രൂപ ചിലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. NDAയിലേക്ക് പോയതിന് ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഏഷ്യാൻ്റെ തന്നെ മറ്റൊരു ഷോയുടെ ഭാഗമായി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്വന്തം വണ്ടി വരെ വിൽക്കേണ്ടി വന്നില്ലേ? എന്നോട് ഇതൊക്കെ ഇലക്ഷൻ സമയത്ത് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ ഒരു വോട്ട്. വരുമാനം കുറഞ്ഞത് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടാണ്. അത് മുതലാക്കി സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. എന്തായാലും മുടക്കിയ പണമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അഖിൽമാരാറ് തന്നെ തുടർന്ന് പറയുന്നുണ്ട്. അതും കൂടി കേട്ടേച്ചാൽ നമുക്ക് നിർത്താം. തെരഞ്ഞെടുപ്പിൽ ആദ്യം ഞാൻ ചെലവഴിച്ച പൈസ പിന്നീട് ഇവർ തന്നു. തെരഞ്ഞെടുപ്പിൽ എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്ന പ്രകാരം ലക്ഷക്കണക്കിന് രൂപ കിട്ടി, കോടിക്കണക്കിന് രൂപ കിട്ടി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആദ്യം ഇവർ 5 പൈസ പോലും തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാതെ നിന്നപ്പോൾ ഞാൻ ബൈക്ക് വിറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ട് ഞാൻ കണക്കെഴുതി കൊടുത്തു. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ തരണം. ആ എഴുതി കൊടുത്ത കണക്കിനുള്ള പൈസകൾ, അതായത് കൂടുതലും സോഷ്യൽ മീഡിയ വഴിയുള്ള കണ്ടന്റുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഫ്ലെക്സും പോസ്റ്റും അടിച്ചു. പലതും ഒട്ടിച്ചില്ലെങ്കിലും വെച്ചില്ലെങ്കിലും ഇത് അടിച്ചു. കാര്യം വെക്കാൻ ആളില്ല. BJPയുടെ കുറേ ആൾക്കാർ കുറച്ച് പേർ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലാതെ 2020 ഞാനിതെല്ലാം പറയുമ്പോഴും 2020 എന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കൂടെ ആളില്ല. ഇന്നലകളിൽ ഞാൻ പല സ്ഥലത്ത് പ്രചരണത്തിന് ചെല്ലുമ്പോഴും ഇവരെല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാര്യം, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ അതിൽ നോട്ട് വന്നതിനാണ്. അത് സത്യമാണ്. ഇതിനും നല്ലത് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നതിനും. എന്തായാലും ബൈക്ക് വിറ്റതിന്റെയും കാറ് വിറ്റതിന്റെ ഒക്കെ പൈസ കിട്ടിയില്ലേ? ചെലവാക്കിയ പൈസ മുഴുവനും തിരിച്ചു കിട്ടി. പക്ഷെ വിചാരിച്ച കോടികൾ അങ്ങോട്ട് കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ കുറെ പറഞ്ഞ അതിന് ഡെക്കറേഷൻ ഒന്നും നൽകണ്ട. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഇനി ഭാവിയിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗത്തേക്കേ പോകാത്തതാണ് അഖിൽമാരാർക്ക് നല്ലത്. നിലപാടില്ലായ്മയുടെ രാജാവായിട്ടാണ് അഖിലിനെ ഇപ്പൊ ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും വാ തുറക്കാതെ ഒരു മൂലക്കിൽ ഇരിക്കുന്നതാവും എന്തുകൊണ്ട് നല്ലത്. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.